ഹെവി ലിഫ്റ്റിങ്ങിൻ്റെ ടൈമിൽ കൈമുട്ടിനുണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനിടയ്ക്ക് ഉണ്ടാകുന്ന കൈമുട്ടിലുണ്ടാകുന്ന വേദന, എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് കയ്യിൽ ക്യാരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന, ഒരു ഡോർ നോബ് തുറക്കുമ്പോൾ കൈമുട്ടിനുണ്ടാകുന്ന വേദന, പയ്യെ അത് റിസ്റ്റിലേക്കും ഫോറാമിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന പോലെയൊക്കെയുള്ള വേദനകൾ, വീക്ക്നെസ്സുകൾ, രാവിലെ എണീക്കുമ്പോൾ കൈമുട്ടിന് ഒരു സ്റ്റിഫ്നെസ് തോന്നുക, ഇതെല്ലാം ഒരു ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാകാനുള്ള സാധ്യതയുണ്ട്. ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് നമ്മുടെ കൈ മുട്ടിൽ നിന്ന് തുടങ്ങി റിസ്റ്റിലേക്കും കൈവിരലുകളിലേക്കും വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. ഈ മസിൽസിൻ്റെ ഒറിജിൻ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന ഒരു റീജിയനാണ്. ആ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ മസിൽ ഒറിജിൻ ചെയ്യുന്ന അതിൻ്റെ ടെൻഡൻസിനുണ്ടാകുന്ന ഒരു ഇറിറ്റേഷനാണ് ടെന്നീസ് എൽബോ എന്നുള്ള അസുഖത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഈ അസുഖമുള്ളവരിലുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതികഠിനമായ വേദനയും സ്റ്റിഫ്നെസ്സും അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ്, ഒരു വെയിറ്റ് കയ്യിൽ ക്യാരി ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടാം. ഗ്രിപ്പിൻ്റെ സ്ട്രെങ്ത് കുറയുന്നത് പോലെ അനുഭവപ്പെടാം. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഒരു ഡോർ നോബ് തുറക്കുമ്പോൾ കഠിനമായിട്ടുള്ള വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും ശക്തിയായിട്ട് കയ്യിൽ സ്ക്യൂസ് ചെയ്യുമ്പോഴുള്ള വേദന, ഇതൊക്കെയാണ് ടെന്നീസ് എൽബോയുടെ നോർമലായിട്ടുള്ള ലക്ഷണങ്ങൾ, സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇനി ഈ അസുഖം കോമൺ ഒരു സ്പോർട്സ് ഇഞ്ചുറി എന്നുള്ള കാറ്റഗറിയിൽ മാത്രമല്ല, സാധാരണ ജനങ്ങളിലും വളരെയധികം കാണപ്പെടുന്ന ഒരു അസുഖമാണ്. ടെന്നീസ് എൽബോ മറ്റ് ടെൻഡൻ ഇഞ്ചുറികൾ പോലെ തന്നെയാണ്, ഒരു ടൈം എടുത്തിട്ട് മാറുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ, റെഗുലറായിട്ട് ചെയ്യുന്ന എക്സസൈസ് എല്ലാം മെഡിക്കേഷൻസിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് എക്സസൈസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് സെറ്റ് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് ഐസോമെട്രിക് എക്സസൈസുകളാണ്. ഐസോമെട്രിക് എക്സസൈസുകൾ വേദന ഉള്ളപ്പോൾ പേഷ്യൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ള എക്സസൈസുകളാണ്. ഐസോമെട്രിക് എക്സസൈസുകൾ നമ്മൾ വേദന കുറയുന്നതിനും സഹായിക്കുന്നതാണ്. ഇപ്പോൾ ടെന്നീസ് എൽബോ പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 90 ഡിഗ്രി എൽബോ ഫ്ലെക്ഷനിൽ കൈമുട്ട് മടക്കി ഇരിക്കാൻ പറയും. കൈയുടെ റിസ്റ്റ് നമ്മളുടെ ടേബിളിൻ്റെ എഡ്ജിന് കുറച്ച് ഫ്രണ്ടിലേക്ക് മാറ്റി ഇരിക്കത്തക്ക രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് പേഷ്യൻറ്റിനോട് സെൽഫായിട്ട് റിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയും. കൈ മുകളിലേക്ക് മൂവ് ചെയ്യാൻ പറയും. ഈ ഒരു മൂവ്മെൻറ്റ് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ പേഷ്യൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. 5 to 10 സെക്കൻഡ്സ്. ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ വേദന ഉണ്ടാകും, പക്ഷെ ടോളറബിൾ പെയിൻ ആണെങ്കിൽ ഈ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാം. ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് റിസ്റ്റ് ഫ്ലെക്സ് ചെയ്യും, അതായത് താഴേക്ക് മൂവ് ചെയ്യും. വീണ്ടും ഈ മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു 10 സെക്കൻഡ്സ് വെച്ചിട്ട് 10 റെപ്പറ്റേഷൻ പേഷ്യൻ്റ് ഈ ഒരു മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഐസോമെട്രിക് എക്സസൈസിൻ്റെ തന്നെ വേറൊരു വേരിയേഷനാണ്. ഇതിൽ നമ്മൾ പേഷ്യൻ്റ് കൈ മുകളിലേക്ക് ഉയർത്തുന്നതിനോടൊപ്പം ഓപ്പോസിറ്റ് കൈ ഉപയോഗിച്ചിട്ട് ആ മൂവ്മെൻറ്റിന് റെസിസ്റ്റ് ചെയ്ത് പിടിക്കും. റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫോഴ്സ് അതികഠിനമായ വേദന ഉണ്ടാക്കാതെ സൂക്ഷിക്കണം. ഇതും ഒരു 5 to 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ പേഷ്യൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. അതിനുശേഷം പേഷ്യൻ്റ് റിലാക്സ് ചെയ്യും. വീണ്ടും ഈ മൂവ്മെൻറ്റ് 10 റെപ്പറ്റേഷൻ 10 സെക്കൻഡ്സ് ഹോൾഡ് വെച്ച് റിപ്പീറ്റ് ചെയ്യും. നെക്സ്റ്റ് സെറ്റ് ഓഫ് എക്സസൈസ് ഐസോട്ടോണിക് എക്സസൈസുകളെന്ന് പറയും. ഈ കാറ്റഗറിയിൽ വരുന്ന എക്സസൈസുകൾ നമ്മൾ ആ മസിലിൻ്റെ ത്രൂ റേഞ്ചിലേക്ക് ഈ മസിലിനെ മൂവ് ചെയ്യുന്ന എക്സസൈസുകളാണ്. അതായത് ഇവിടെ വരുമ്പോൾ കൈ റിസ്റ്റ് ഫ്ലെക്ഷനിൽ നിന്ന് എക്സ്റ്റൻഷനിലേക്ക് ഫുൾ റേഞ്ച് മൂവ് ചെയ്യേണ്ടി വരും. ഇത് നമ്മളൊരു കയ്യിലൊരു വെയിറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് സാധാരണ ഐസോട്ടോണിക് എക്സസൈസുകൾ ചെയ്യുന്നത്. ഏകദേശം 1 കിലോ മുതൽ 3 കിലോ ഒക്കെ വരെയുള്ള ഡംബൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പേഷ്യൻറ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്. ഇനി ഡംബൽസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു 500 ml പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം പകുതിയോ അല്ലെങ്കിൽ മുഴുവനായിട്ട് നിറച്ചും യൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ കയ്യിൽ വെയിറ്റ് ഹോൾഡ് ചെയ്യുകയും ആ വെയിറ്റ് ഒരു സ്ലോ ആയിട്ട് ഒരു 3 സെക്കൻഡ് കൊണ്ട് മേളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പേഷ്യൻറ്റിനോട് ആവശ്യപ്പെടും. അതിനുശേഷം ഒരു 3 സെക്കൻഡ്സ് കൊണ്ട് സാവധാനത്തിൽ താഴേക്ക് ഫ്ലെക്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെടും. ഈ ഒരു മൂവ്മെൻറ്റ് പേഷ്യൻ്റ് ഒരു 10 റെപ്പറ്റേഷൻ ചെയ്യാവുന്നതാണ്. 10 റെപ്പറ്റേഷൻ്റെ 3 സെറ്റാണ് സാധാരണ പേഷ്യൻറ്റിനോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്.
ഇനി 10 റെപ്പിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 5 റെപ്പിറ്റേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. 3 സെറ്റ് എന്നുള്ളത് 2 സെറ്റാക്കി കുറക്കാം. ഇവിടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേദന ഉണ്ടാവാം, പക്ഷെ ആ വേദന നമ്മളുടെ പെയിൻ ടോളറൻസിനുള്ളിലായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഫോർ ആം മസിൽസിൻ്റെ ഒരു സ്ട്രെച്ചിങ് ആണ്. കൈ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കുക, കൈമുട്ട് നിവർന്നിരിക്കണം. അതിനുശേഷം റിസ്റ്റ് ഫ്ലെക്ഷനിലേക്ക് കൊണ്ടുപോകുക, അതായത് താഴേക്ക് വലിക്കുക. പേഷ്യൻറ്റിന് ഓപ്പോസിറ്റ് കൈ ഉപയോഗിച്ചിട്ട് താഴേക്ക് പുള്ളി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എൽബോയുടെ ഫോറാമിൻ്റെ ടോപ്പ് പോർഷനിൽ നമുക്ക് ആ മസിലിൻ്റെ സ്ട്രെച്ചിങ് അനുഭവപ്പെടും. ഈ സ്ട്രെച്ച് നമുക്കൊരു 10 to 15 സെക്കൻഡ്സ് ടോളറൻസ് അനുസരിച്ച് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഒരു 3 to 5 റെപ്പിറ്റേഷൻ ചെയ്യാം. ദിവസത്തിൽ പലതവണ ചെയ്യാം, ഒരു 3 to 5 ടൈംസ് ഇൻ എ ഡേ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. റിലാക്സ് ചെയ്യുക, വീണ്ടും സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ഒരു 3 മുതൽ 5 റെപ്പിറ്റേഷൻ ചെയ്യുക. അങ്ങനെ ദിവസത്തിൽ ഒരു 3 പ്രാവശ്യം അല്ല ഒരു 5 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. നല്ല വേദനയുള്ള സമയത്ത് പേഷ്യൻസിന് ചിലപ്പോൾ ഒരു വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ഒന്നും പോസിബിൾ ആകണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഐസോമെട്രിക് എക്സസൈസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസാണ് ഈ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്ന. കൈയുടെ വിരലുകളിൽ ഈ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് വിരലുകൾ അകത്താൻ പറയുക. അകത്തി ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറയണം. അതിനുശേഷം തിരിച്ചു കൊണ്ടുവരിക, വീണ്ടും അകത്തുക. വേദന ഉള്ളപ്പോഴും ചെയ്യാൻ പറ്റും, പെയിൻ കുറയാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ വളരെ എഫക്റ്റീവാണ്. ഇതോടൊപ്പം പേഷ്യൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷണലായിട്ടുള്ള ഒരു എക്സസൈസുകളിലൊന്നാണ് എൽബോ റൊട്ടേഷൻ. ഇതിൽ നമ്മളൊരു വെയിറ്റ് ക്യാരി ചെയ്യുന്നതാണ്. വെയിറ്റ് കയ്യിൽ ക്യാരി ചെയ്തിട്ട് പേഷ്യൻറ്റിനോട് എൽബോ റൊട്ടേറ്റ് ചെയ്യാൻ പറയും. കൈമുട്ടിൽ നിന്ന് താഴേക്കാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കൈമുട്ട് 90 ഡിഗ്രി ഫ്ലെക്സ് ചെയ്തിരിക്കണം, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറയും. ഒരു 10 to 15 റെപ്പിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ദിവസത്തിൽ ഒരു തവണ മറ്റ് എക്സസൈസുകളോടൊപ്പം തന്നെ ഇതും ചെയ്യാവുന്നതാണ്. സോ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് സാധാരണ ടെൻഡൻ ഇഞ്ചുറി പോലെ തന്നെ ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ. സെയിം ടൈം ക്ലിനിഷ്യൻസിനെയും പേഷ്യൻസിനെയും ഒരുപോലെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇത് സാധാരണ ഒരു ചിലരിൽ 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ടൊക്കെയാണ് ടെന്നീസ് എൽബോ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആകുന്നത്. എക്സസൈസ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം റെസ്റ്റ് ചെയ്ത് ടെന്നീസ് എൽബോ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീണ്ടും പെയിൻ അതേപോലെ തന്നെ റീബൗണ്ട് ചെയ്ത് വരുന്നത് ഒരു ഫിനോമിനൻ നമ്മൾ കാണാറുണ്ട്. സോ എക്സസൈസ് ആൻഡ് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അലോങ് വിത്ത് മെഡിക്കേഷൻസ്. ഇതിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേദനയൊക്കെ ഉണ്ടാവാം. ആ വേദന പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ് പാക്ക്, ഒരു 10 to 15 മിനിറ്റ്സ് ഒരു ഐസ് പാക്ക് അപ്ലൈ ചെയ്താൽ ഈ ഒരു വേദനയും അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടെൻഡൻ ഇഞ്ചുറിയിൽ സ്മോക്കിംഗ് ഒരു ഹാബിറ്റായിട്ടുള്ളവരിൽ ടെൻഡൻ ഇഞ്ചുറി അതിൻ്റെ റീഹാബിലിറ്റേഷനൊക്കെ നീണ്ടുപോകുന്നത് കാണാറുണ്ട്. സോ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഹെൽത്തി ഹാബിറ്റ്സ്, റെഗുലർ എക്സസൈസ് ആൻഡ് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ ഇത് ടെന്നീസ് എൽബോ റീഹാബിലിറ്റേഷന് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ നമ്മളിപ്പോൾ കാണിച്ചിരുന്ന വീഡിയോസ് എല്ലാം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ളതാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ അസസ്മെൻറ്റും നിങ്ങളുടെ എക്സസൈസ് ടോളറൻസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങേണ്ടത്. അതുകൊണ്ടൊരു എക്സസൈസ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും തേടേണ്ടതാണ്. ഈ ഒരു എക്സസൈസ് നിങ്ങൾക്കൊരു റെഫറൻസിനായിട്ട് മാത്രം യൂസ് ചെയ്യുക.